إن الحمد لله صلوا وسلموا على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 11ാമത്തെ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം. ആദ്യ ഭാഗത്തിൽ അത് ആൺകുട്ടികൾക്കും അതുപോലെ പെൺകുട്ടികൾക്കുമുള്ള ഓഹരി അതുപോലെ മാതാപിതാക്കൾക്കുമുള്ള ഓഹരി വിശദീകരിച്ചു. ശേഷമുള്ള പറയുകയാണ് ഇനി ആ മരണപ്പെട്ട വ്യക്തിക്ക് സന്താനങ്ങളില്ല എങ്കിൽ അത് ആ മാതാപിതാക്കളാണ് ആ സമ്പത്തിന് അനന്തരമെടുക്കുന്നത് എങ്കിൽ അപ്പോൾ ഉമ്മക്ക് 1/3 എന്നാണ് പറയുന്നത്. അതേസമയം ഉപ്പാന്റെ ഓഹരി ഇവിടെ വിശദീകരിച്ചിട്ടില്ലെങ്കിലും സന്താനങ്ങളില്ലാത്ത അവസ്ഥയിൽ ഉപ്പാക്ക് 2/3 ലഭിക്കും. അതേസമയം ഉമ്മാക്ക് 1/1 ലഭിക്കുന്നത്. ഇനി അവനിക്കുണ്ടെങ്കിൽ അവനിക്ക് എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് യഹ്വത്തുൻ സഹോദരനുണ്ട്. സഹോദരനുണ്ടെങ്കിൽ അപ്പോൾ ഉമ്മാക്ക് സുദുസാണ്, അതായത് 1/6 ലഭിക്കുക. അതായത് സന്താനങ്ങളും സഹോദരങ്ങളും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉമ്മാക്ക് 1/1 ലഭിക്കുന്നത്. ഇനി സന്താനങ്ങളുമില്ല, അതേസമയം സഹോദരനുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് ലഭിക്കുന്നത് 1/6. ആ മരണപ്പെട്ട വ്യക്തിയുടെ വസിയത്തും അതുപോലെ കടവും കഴിച്ചതിന് ശേഷമാണ് ഭാഗം വെക്കേണ്ടത്. അതാദ്യം ഈ മൊത്തം മുതലിൽ നിന്നും മാറ്റിവെക്കണം, അതിനുശേഷമാണ് ഭാഗിക്കേണ്ടത് എന്നാണല്ലോ പറയുന്നത്. ആബാവുക്കും നിങ്ങളുടെ പിതാക്കളും അബ്നാഉക്കും നിങ്ങളുടെ സന്താനങ്ങളും ലാ തദ്റൂന നിങ്ങൾക്കറിയില്ല അയ്യുഹും ഖുറബു ലക്കും നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തതാരാണെന്ന് ഉപകാരത്തിൽ നിങ്ങളിലേക്ക് ഏറ്റവും അടുത്ത നിങ്ങളുടെ സന്താനങ്ങളാണോ നിങ്ങളുടെ പിതാക്കളാണോ എന്ന് നിങ്ങൾക്കറിയില്ല. അതേസമയം അല്ലാഹു സൂക്ഷ്മമായി അറിയാൻ. കാരണം ഈ ഭാഗം വെക്കലും ഓഹരി ഭാഗിക്കലും ഒക്കെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമായി തന്നെയായിരിക്കണം. ഒരിക്കലും അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞതിലേക്ക് പൊരുൾ. ഫരീളത്തും മിനല്ലാഹ് അള്ളാഹുവിന്റെ നിർണയങ്ങളിൽ പെട്ടതാകുന്നത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ നിശ്ചയമായും അല്ലാഹു തആല സർവജ്ഞനാകുന്നു അതുപോലെ അഗാധജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഭാഗിക്കേണ്ടതാകുന്നു. വലിയൊരു വിശാലമായ വിഷയമാണ്. കൃത്യമായി അത് കിതാബുകളിൽ കൂടി പഠിച്ചു മനസ്സിലാക്കേണ്ട വിശാല വിഷയമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.